എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻകറിയാണ്. നമുക്ക് തുടങ്ങാം. മീൻകറി വെക്കാൻ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അടുത്ത് വെച്ചിട്ടാണ് പാനടുപ്പ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ആ എണ്ണയൊന്ന് ചൂടാവട്ടെ. 1 കിലോ കേര നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചിലയിടങ്ങളിൽ ഉലുവാപ്പൊടി ചേർക്കാറില്ല, അല്ലെങ്കിൽ അത് ചേർക്കുന്നത് ഏറ്റവും അവസാനമായിരിക്കും. പക്ഷെ ഞാൻ അതിൽ തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ ആവശ്യത്തിനുള്ള തേങ്ങ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തത്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത്. പിന്നെ മറ്റൊന്നാണ് കറിവേപ്പില ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ആവശ്യമാണ്. അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയാണ്. അതൊന്ന് മൂത്ത് വരണം. ഇത് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ കറിവേപ്പില ഒന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മണം കൊണ്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ടേസ്റ്റ് അത് കൂടുകയും ചെയ്യും. മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇന്ന് നമ്മുടെ മീൻകറി നല്ലതായിരിക്കുന്നു. അതുപോലെയാണ്. അപ്പോൾ മൂത്ത് വരുന്ന ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടി എന്നില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതൊന്ന് മൂക്കട്ടെ. മൂക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വരിക. അങ്ങനെ വന്ന് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ കുടംപുളിയില്ല, നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇടുന്നതിന് മുമ്പേ നമ്മളതൊന്ന് തിളപ്പിച്ച് ആ തേങ്ങ ഒന്ന് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങുകയും അതിൻ്റെ തേങ്ങാപ്പാൽ ആദ്യമല്ലേ നമ്മൾ തേങ്ങ ഒന്ന് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ആ തേങ്ങാപ്പാലിൻ്റെ ആ വൈറ്റ് കളർ ഇറങ്ങത്തില്ലേ, അതൊക്കെ ഇറങ്ങുമ്പോൾ ഈ മീൻ ഇട്ട് കൊടുത്ത ശേഷം ഉണ്ടല്ലോ മീനകത്തോട്ട് അത് പിടിക്കും. മീനത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ പുളി ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ പുളി ഇറങ്ങാനും കൂടി ഇട്ടാൽ ഇത് മീനിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ പുളി ഇറങ്ങി മീനെ പിടിക്കാൻ സമയമെടുക്കും. ഇതാവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20% എങ്കിലും മീനിന് ഇത് പിടിച്ച് കിട്ടും ആദ്യം തന്നെ. പിന്നെ നല്ലതുപോലെ നമുക്ക് കാണുമ്പോഴേ അറിയാം, നല്ല തിളച്ച് കുറുകി വരുന്ന ആ ഒരു തേങ്ങാ മിശ്രിതത്തിലോട്ട് നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് ചാറ് വേണം അല്ലേ, എങ്കിൽ അത്രയും വെള്ളം ഒഴിക്കുക. അത് നിങ്ങളുടെ പരുവാണ് കേട്ടോ, അല്ലാതെ എൻ്റെ പരുവല്ല, നിങ്ങളുടെ പരുവാണ്. അപ്പോൾ എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന ആ ഒരു മിശ്രിതം, അതായത് തേങ്ങ അരപ്പ്, ആ അരപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കഴുകി വെച്ചിരിക്കുന്ന മീനിടണം. കാരണം മീൻ ഒരുപാട് വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ തേങ്ങയും വെള്ളമൊക്കെ തിളപ്പിച്ച് ഒന്ന് ഒരു 1/4 വേവാക്കി എടുക്കുന്നത്. നല്ലതുപോലെ അത് ഈ സമയങ്ങൾ ഒന്നും കൂടി നോക്കണം ഉപ്പ് പാകമാണോ എന്ന്. ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തീയെ. അപ്പം ഇതവിടെ കിടന്നൊന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് അരപ്പയ്ക്ക് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മീൻകറി എന്തായി എന്നുള്ളത്. നമുക്ക് നല്ല തിളച്ച് നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു ഇതെത്തിയിട്ടുണ്ട്. എനിക്ക് ഇളക്കി കാണിക്കാം കേട്ടോ. അത് കണ്ടോ? അപ്പം നമുക്ക് ഇതിപ്പോൾ ചൂടോടിരിക്കുന്നുണ്ടെങ്കിൽ ലൂസായിട്ട് തോന്നും, പക്ഷേ അല്ല, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കൂടി അങ്ങ് കുറുകും. നല്ല ടേസ്റ്റുള്ള ചാറാണ്. തേങ്ങയിട്ട കേരക്കറിയാണിത്. അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറക്കരുത്, എൻ്റെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ ഇപ്പം തീ ഓഫാക്കി അടച്ചു വെച്ച് ഇത് മാറ്റുന്നതിന് മുമ്പ് ഒരു ലേശം കറിവേപ്പിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. നല്ലതാണ്, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.